ഈ ആലിനൊരു പൊത്തുണ്ട്, വലിയൊരു പൊത്ത്. അതിൽ ഞങ്ങൾ പൈസ കൊണ്ടിടും ജയിക്കാൻ വേണ്ടിയിട്ട്. ചെറുപ്പത്തിൽ ചെറുപ്പത്തിൽ അങ്ങനെ അതിൽ പോറ്റി എന്ന് പറഞ്ഞ ദൈവമാണ്. ഇപ്പോഴത്തെ ശബരിമലയിലെ പോറ്റിയല്ല. ഒരു അരക്കറൊക്കെ ഉണ്ട് പുള്ളിക്ക്. ഒരു വടി കുത്തി പിടിച്ചിട്ടാണ് ചോദിക്കുന്നത്. എന്തിനാണ് വടിയെന്ന് ചോദിച്ചു. മുമ്പ് തുറിച്ചൊരു നോട്ടം നോക്കി. ഞങ്ങൾ പേടിച്ചു. ശീർഷകം മാറ്റിയിട്ട് കവിത പലർക്കായിട്ട് അയച്ചു കൊടുക്കും. അച്ചടിച്ച് വന്നതിന് പിന്നെ പത്രാധിപരും നോക്കൂല. അത് പല പ്രസിദ്ധീകരണങ്ങളിൽ വരും. പല പ്രസിദ്ധീകരണം ഒരേ കവിത തന്നെ. എല്ലാ സ്ഥലത്തും പൈസയും കിട്ടുവേ. പൈസ ഒന്നും പുള്ളിൻ്റെ അടുത്ത് നിൽക്കില്ല. അതൊക്കെ കുടിക്കാൻ നേരം. പുരുഷന്മാരാണ് ഇവിടെ കൂലിപ്പണിയൊന്നും അങ്ങനെ ഇല്ലാത്ത കാല ഒന്നുമില്ല. എന്തെങ്കിലും കിട്ടിയെങ്കിലേ ഓരോ പ്രധാന പരിപാടി ചീട്ടുകളിയാണ്. അങ്ങനെ നടക്കും. കുടുംബം പുലർത്തുന്ന ചുമതല പെണ്ണുങ്ങൾക്ക്. ഈ കല്യാണി എന്ന് പറയുന്ന ഒരു കർഷക തൊഴിലാളി ബോധപൂർവം കുറച്ച് കറ്റ താഴോട്ട് ഇടുന്ന ഒരു കുട്ടികളൊക്കെ ഇങ്ങനെ കാത്തു കെട്ടി എന്തെങ്കിലും വീണ് കിട്ടിയാൽ അതെന്താ ഒരു സ്വഭാവം അവർക്കുണ്ടായത്? നമുക്ക് പരിചയമുള്ള ചരിത്രം മഹാരാജാക്കന്മാരുടെ ചരിത്രമാണ്, വലിയ ഭരണാധികാരികളുടെ ചരിത്രമാണ്, അവരുടെ യുദ്ധങ്ങളുടെയും വിജയങ്ങളുടെയും ചരിത്രമാണ്. എന്നാൽ അതിന് താഴെ ഈ യുദ്ധങ്ങളിൽ പങ്കെടുത്ത, ഈ പോരാട്ടങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ട് വീണുപോയ നിരവധി മനുഷ്യരുണ്ട്. ഈ മനുഷ്യരുടെ കഥകൾ പലപ്പോഴും ചരിത്രത്തിൽ പതിയാറില്ല. സമീപകാലത്ത് നമ്മുടെ ചരിത്രരംഗത്ത് പ്രാദേശിക ചരിത്രരചനയിലൂടെ, വ്യത്യസ്തമായ കുടുംബങ്ങളുടെ ചരിത്രരചനയിലൂടെ സാധാരണ ജനങ്ങളുടെ ജീവിതം ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുന്ന ഒരു സവിശേഷമായ പ്രവണത വളർന്നു വരുന്നുണ്ട്. പ്രാദേശിക ചരിത്രരചന ആ നിലയിൽ വലിയ ജനശ്രദ്ധ ആകർഷിക്കാൻ തുടങ്ങിയിട്ടുമുണ്ട്. കേരളത്തിൽ, പ്രത്യേകിച്ച് കോഴിക്കോട് നഗരത്തിൽ, ആ നഗരത്തിൻ്റെ വടക്കൻ ഭാഗത്തെ ഒരു പ്രദേശത്തിൻ്റെ ചരിത്രം 3 പുസ്തകങ്ങളിലൂടെ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് എഴുത്തുകാരനായിട്ടുള്ള, പത്രപ്രവർത്തകനായിട്ടുള്ള ശ്രീ കുന്നത്തൂർ രാധാകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ 3 പുസ്തകങ്ങൾ ആൽമര സ്മരണകൾ, എടക്കാട് ഡയറി, പിൻകാഴ്ചകൾ, ഈ 3 പുസ്തകങ്ങളും യഥാർത്ഥത്തിൽ വടക്കൻ ഭാഗത്ത്, നഗരത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള എടക്കാട് എന്ന് പറയുന്ന ഒരു ദേശത്തിൻ്റെ കഥയാണ്. കോഴിക്കോട്ടിൻ്റെ അത്തരത്തിലുള്ള ദേശചരിത്രം പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. SM സ്ട്രീറ്റിൻ്റെ ചരിത്രം ഒരു തെരുവിൻ്റെ കഥയായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ നഗരത്തിൻ്റെ ചരിത്രം ഒരു ദേശത്തിൻ്റെ കഥയായിട്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് എടക്കാട് എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ സംസ്കാരം, ജീവിതം, അനുഭവങ്ങൾ, സമരങ്ങൾ, പോരാട്ടങ്ങൾ, ഇതെല്ലാം ചിത്രീകരിക്കുന്ന ഓർമ്മകളാണ് കുന്നത്തൂർ രാധാകൃഷ്ണൻ്റെ ഈ പുസ്തകങ്ങൾ 3. രാധാകൃഷ്ണൻ, സ്വാഗതം. നിങ്ങളുടെ ഈ പുസ്തകത്തിൻ്റെ ആദ്യമായിട്ട് ഇറങ്ങിയ പുസ്തകം ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പുസ്തകം ഇറങ്ങിയത്. ആ സമയത്ത് നിങ്ങൾ ഈ പുസ്തകത്തിൻ്റെ പേര് ആൽമര സ്മരണകൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഈ ആൽമരം എന്ന് പറയുന്നത് ആൾമരമാണോ? ആത്മാപ്പുളി എന്നൊരു പേര് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ മരത്തിൻ്റെ പ്രത്യേകത? എന്തുകൊണ്ടാണ് ഈ മരം ഈ സമുദായത്തിൻ്റെ, ഈ സമൂഹത്തിൻ്റെ, ഈ പ്രദേശത്തിൻ്റെ, ഈ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ട് മാറുന്നത്? എന്തുകൊണ്ടാണത്? ഈ മരം ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ, എടക്കാടിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയാണ്. അത് ഏത് കാലത്തുണ്ടായതാണെന്ന് ആർക്കും അറിയില്ല. ആലും മാവും പുളിയും ചേർന്നിട്ടുള്ള ഒരൊറ്റ വൃക്ഷമാണ്. അത് അങ്ങനെ കുഴിച്ചിട്ടതാണോ അതോ സ്വാഭാവികമായി വന്നതാണോ എന്നറിയില്ല. അതങ്ങനെ വളരെ, എൻ്റെ ചെറുപ്പത്തിലും എൻ്റെ അമ്മയുടെ ചെറുപ്പത്തിലും അമ്മയുടെ ചെറുപ്പത്തിലും അത് അവിടെ തന്നെയുണ്ട്. അതുകൊണ്ട് അതിൻ്റെ എത്ര പ്രായം എന്ന് അതിന് കണക്കാക്കാൻ പറ്റുന്നില്ല. അത് ഒരു സംസ്കൃതിയായിട്ട് ഞങ്ങളുടെ ഗ്രാമത്തിലുണ്ട്. അങ്ങനെ ആരോ ഒരാൾ അതിന് ആത്മാപുളി എന്ന് വിളിച്ചു. അത് ആരാ വിളിച്ചതെന്നറിയില്ല. ആലും മാവും പുളിയും ചെയ്ത ആലുമാവ് പുളി, അത് പറഞ്ഞ് ആത്മാപുളിയായി. അതാണ് ആലും മാവും പുളിയും ചേർന്നുള്ള മഹാവൃക്ഷത്തെ ആത്മാപുളി എന്ന് അങ്ങനെ. ആത്മാവ് പുളിയല്ല, പക്ഷെ ആത്മാപുളിയാണ്. പക്ഷെ പറഞ്ഞത് ആത്മാപുളിയായി എന്നാണ് അതിൻ്റെ ഒരു ഇത്. അതിന് ജീവനുണ്ടെന്ന് ഞങ്ങളെല്ലാവരും കരുതുന്നത്. ചെറുപ്പത്തിലൊക്കെ ഞാൻ സ്കൂളിലൊക്കെ എൻ്റെ തൊട്ടപ്പുറത്തൊരു സ്കൂളുണ്ട്. ആ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ഞങ്ങൾക്ക് പരീക്ഷയിൽ ജയിക്കണമെങ്കിൽ ഈ ആലിനൊരു പൊത്തുണ്ട്, വലിയൊരു പൊത്ത്. അതിൽ ഞങ്ങൾ പൈസ കൊണ്ടിടും ജയിക്കാൻ വേണ്ടിയിട്ട്. ചെറുപ്പത്തിൽ അങ്ങനെ അതിൽ പോറ്റി എന്ന് പറഞ്ഞ ദൈവമാണ്.
ഇപ്പോഴത്തെ ശബരിമലയിലെ പോറ്റിയല്ല. പോറ്റി എന്ന് പറയുന്നത് അവിടെ പോറ്റി ഉണ്ട്, അത് ദൈവത്തിൻ്റെ മരമാണ്, അതുകൊണ്ട് ഞങ്ങൾ പൈസ കൊണ്ടിടും. അത് അന്ധവിശ്വാസമാണെന്ന് പിന്നീട് വളരെ കാലം കഴിഞ്ഞിട്ട് മനസ്സിലായത് അത്. പക്ഷെ എന്നാലും ചിലരൊക്കെ ജയിച്ചിട്ടുണ്ട്, പരീക്ഷയിലൊക്കെ ജയിച്ചിട്ടും ഉണ്ടാവും ഈ പൈസ കൊടുത്ത വകയിൽ. അതെ അതെ അതെ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിപ്പോൾ ഇനി ആൽമരം വീണാലേ അത് അതിനകത്ത് ധാരാളം ഒറ്റ പൈസക്ക് ധാരാളം കിട്ടും. ചെമ്പിൻ്റെ ഒറ്റ നാണയ ഇതിൽ കൊണ്ടിടുക ജയിക്കാൻ വേണ്ടിയിട്ട്. ഈ മരം ഞങ്ങൾ ഗ്രാമത്തിൽ വളരെ പ്രധാനമാണ്. അതിന് ജീവനുണ്ട് എന്ന സങ്കല്പത്തിൽ നിന്നാണ് ആൽമര സ്മരണകൾ എന്ന പുസ്തകം ഉണ്ടാകുന്നത്. അത് ആ മരമാണ്. അപ്പോൾ ചില ആളുകൾ എന്നോട് ചോദിച്ചു, ആൽത്തറ സ്മരണകളല്ലേ വേണ്ടതെന്ന്. ഞാൻ പറഞ്ഞു, ആൽത്തറ എന്ന് പറയുന്ന തറ മനുഷ്യർ കെട്ടിയുണ്ടാക്കിയത്, വൃക്ഷം അവിടെ ഉള്ളതാ, നേരത്തെ ഉള്ളതാ. അതിന് ഭാഷയുണ്ട്, അതിന് മനുഷ്യരെക്കുറിച്ചിട്ട് അറിയാം, മനുഷ്യരുമായി സംവേദിക്കുന്നുണ്ട്. തറ വെറും കല്ലാണ്, അതുകൊണ്ട് ആൽത്തറ സ്മരണകൾ അതിനിടാൻ പറ്റില്ല. ഇത് മരമാണ് അതിൻ്റെ പ്രധാനം. മരം ഞങ്ങൾ വന്നിട്ടുണ്ട്, ഞങ്ങൾ ധാരാളം പേര് അവിടെ വിശ്രമിക്കാറുണ്ട്, സ്വറ പറയാറുണ്ട്. രാവിലെ തൊട്ട് വൈകുന്നേരം ആവുന്ന ആളുകൾ അവിടെ ഉണ്ടാവും. അവിടെ ഒരു അഭയസ്ഥാനം എന്നുള്ള നിലയ്ക്ക്. ഞങ്ങളൊക്കെ എൻ്റെ ചെറുപ്പകാലത്ത് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 10, 20, 25 വയസ്സുള്ള സമയത്തൊക്കെ ഞങ്ങളവിടെ കവിത ചൊല്ലാറുണ്ട്. ഇപ്പോൾ കടമ്മനിട്ട, ബാലചന്ദ്രൻ, സച്ചിദാനന്ദൻ, അയ്യപ്പ പണിക്കർ, ആറ്റൂർ രവിവർമ്മ തുടങ്ങിയ ആളുകളുടെ കവിതകൾ അവിടെ നിന്ന് ഞങ്ങൾ ചൊല്ലും. ഞങ്ങൾ ഏതാണ്ട് അവിടെ ഞങ്ങൾക്ക് അക്കാലത്തൊരു കലാവേദി ഉണ്ടായിരുന്നു, ദർശന കലാ സാംസ്കാരിക വേദി എന്ന് പറയുന്നത്. അതിൽ കുറേ ചെറുപ്പക്കാരുണ്ട്. അപ്പോൾ അവരാണ് ആ കാലത്ത് ഞങ്ങൾ വലിയ സംവാദങ്ങളൊക്കെ അക്കാലത്ത് നടക്കും. അപ്പോൾ അതിന് ആ കലാവേദി ഉണ്ടാകാനൊരു കാരണമുണ്ട്. അത് തീവ്ര ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഓർമ്മയാണത്. അക്കാലത്ത്, അതായത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കേരളത്തിലുണ്ടായിട്ടുള്ള ഒരു രാഷ്ട്രീയമായ ഒരു പശ്ചാത്തലമാണ് ഈ ദർശന കലാ സാംസ്കാരിക വേദി രൂപീകരിക്കാനുള്ള പ്രധാന കാരണം. അതിന് ആസ്ഥാനമൊന്നുമില്ല, കുറേ ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മ എന്ന് മാത്രം. ആസ്ഥാനം ഈ ആൽമര ചോട്ടിലാണ്, ഈ ആത്മാപ്പുള്ളിയുടെ ചോട്ടിലാണ് ഞങ്ങളുടെ സംവാദം അവിടെ നിന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ആൽമരം നിങ്ങളുടെ പ്രദേശത്തിൻ്റെ സംസ്കാരത്തിൽ, അതിൻ്റെ ജനങ്ങളുടെ കൂട്ടായ്മയിൽ ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആ പേര് പലപ്പോഴും ഒരു എൻവയൺമെൻ്റലായിട്ടുള്ള ഒരു പുതിയ അവബോധത്തിൻ്റെ കൂടി ലക്ഷണമാണ്. ഒരു നഗരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രദേശം, നഗരത്തിൻ്റെ സ്വഭാവങ്ങൾ ആർജിച്ചു വരിക്കുന്ന ഒരു പ്രദേശം, ആ പ്രദേശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഐഡൻറ്റിറ്റി അവിടെയുള്ള ഈ മരമാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായും ഈ നഗരത്തിൻ്റെ ചില സവിശേഷതകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഞാൻ മനസ്സിലാക്കിയത്, ഒരുപാട് സാംസ്കാരിക പ്രവർത്തകർ, കേരളത്തിൻ്റെ പല ഭാഗത്തുള്ള ആളുകൾ, ഈ പുസ്തകത്തിനകത്ത് അനുസരിച്ച് സുരാസുവിനെ പോലുള്ള ആളുകൾ അവിടെ വന്നിട്ടുണ്ട്, മധുമാശേഷെ പോലെയുള്ള ആളുകൾ അവിടെ വന്നിട്ടുണ്ട്. ഇങ്ങനെ നിരവധി ആളുകളുടെ സാന്നിധ്യമുണ്ടായിരുന്ന ഒരു മരച്ചുവടാണിത്. ആ തരത്തിൽ സാംസ്കാരികമായിട്ട് എടക്കാട് എങ്ങനെയാണ് സവിശേഷമായിട്ട് നിന്നത് കഴിഞ്ഞ ഒരു 10-50 വർഷങ്ങൾക്കിടയിൽ? അത് അവരുടെയൊക്കെ സാന്നിധ്യം വലിയ ഊർജം പകർന്നിട്ടുണ്ട്. പല സംഘടനകൾക്കും അത് പ്രചോദനമായിട്ടുണ്ട്. അതിൽ മധുമാഷ പോലുള്ള ആളുകളുടെ പ്രയത്നഫലമായിട്ടാണ് ഞാനൊക്കെ ഈ പ്രസ്ഥാനത്തിന് അനുഭാവിയാവുന്നത്. അങ്ങനെ അത് ഈ തീവ്ര ഇടതുപക്ഷത്തിൻ്റെ. അപ്പോൾ ജനകീയ സാംസ്കാരിക വേദിയൊക്കെ നിലനിൽക്കുന്ന കാലമാണ്. ഡോക്ടറുടെ വിചാരണ, അതുപോലുള്ള നാടകങ്ങൾ, സ്പാർട്ടക്കസൊക്കെ ജനകീയ സാംസ്കാരിക വേദിയാണ് അവതരിപ്പിച്ചത്. അമ്മ സാംസ്കാരിക വേദി അന്നില്ല, പക്ഷേ അമ്മ കളിച്ച സ്ഥലങ്ങളിലൊക്കെ സാംസ്കാരിക വേദി യൂണിറ്റ് ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ ധാരാളം വേദികളിൽ, 100-ലധികം വേദികളിൽ അത് അവതരിപ്പിച്ചു. അമ്മ നാടകം അക്കാലത്തെ ചെറുപ്പക്കാരെ ത്രസിപ്പിച്ചിട്ടുള്ളതാണ്. അത് ഒരിക്കലും മാഞ്ഞു പോകാത്ത വിധം. അതായത് ആ പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം എത്രമാത്രം ഫലപ്രദമായിരുന്നോ അതുപോലെ തന്നെയായിരുന്നു തീവ്ര ഇടതുപക്ഷത്തിന് അമ്മ എന്ന നാടകം അതിൻ്റെ പ്രചോദനമായത്. അത് അപ്പോൾ ആൽമര ചുവട്ടിൽ വെച്ചിട്ട് മധുമാഷ പോലുള്ള ആളുകൾ ധാരാളം ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. പുതിയ മാർക്സിസത്തെക്കുറിച്ച്, അതായത് പുതിയ ഇടതുപക്ഷത്തിൻ്റെ സാധ്യതകളെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം ധാരാളം 3-4 മണിക്കൂറൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മരച്ചുകൂടെ ഞങ്ങളെ സംബന്ധിച്ച് മാത്രമല്ല, സുരാസു എന്നാണ് അവിടെ വന്നത്. സുരാസു ഏതാണ്ട്
80-81 കാലഘട്ടത്തിലാണ്. അദ്ദേഹം അവിടുന്ന് സിനിമയൊക്കെ ഉപേക്ഷിച്ചിട്ട് കോഴിക്കോട് താവളാക്കിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. പൂവാറന്തോട്ടിലാണ് താമസിച്ചിരുന്നത്. ഒരു ദിവസം പുള്ളി ഒരാളുണ്ട് നടന്നിങ്ങനെ വരുന്നു. അപ്പം ഞങ്ങൾ മനസ്സിലായി ഇയാളാണെന്നുള്ളത്. ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോയി. ഒരു അരക്കറക്കം ഉണ്ട് പുള്ളിക്ക്. അപ്പോൾ ഒരു വടി കുത്തി പിടിച്ചിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ വടി എന്തിനാണ് വടിയെന്ന് ചോദിച്ചു. മുമ്പൊരു തുറിച്ചൊരു നോട്ടം നോക്കി. അപ്പോൾ ഞങ്ങൾ പേടിച്ചു പോയി. ചോദിക്കണ്ടില്ലേന്ന് തോന്നി. ഉടനെ പറഞ്ഞു, മല ഇറങ്ങിയതിന് ശേഷം എനിക്ക് ഈ വടി കൂടിയതിരുന്നു. ഏത് മല എന്തിനെന്ന് ഞങ്ങൾ ചോദിച്ചു. ഞങ്ങൾക്ക് ധൈര്യമില്ലായിരുന്നു. പുള്ളി വടീനെ കൊണ്ടൊന്ന് അടിയും ചെയ്യും. അങ്ങനത്തെ കക്ഷിയത്. സുരാസു വലിയ കാര്യത്തിൽ കോഴിക്കോട് വന്നു കഴിക്കുകയാണെങ്കിൽ ജോയ മാത്യുവിൻ്റെ അന്ന് ബോധി ബുക്സ് ഉണ്ട് കോഴിക്കോട്ട്. അവിടെ 2ാം ഗേറ്റിൻ്റെ അപ്പുറത്ത് ബുക്ക് സ്റ്റാളുണ്ട്. ബുക്ക് സ്റ്റാളിനപ്പുറത്ത് ആ ബുക്ക് സ്റ്റാൾ അതിൻ്റെ മുകളിൽ കെട്ടിടത്തിൻ്റെ മുകളിലാണ് 1ാം നിലയിലാണ് ബോധി ബുക്സ് ഉണ്ടായിരുന്നത്. പിന്നീടാണ് താഴേക്ക് അത് മാറ്റിയത്. അവിടെയൊക്കെയാണ് ഉണ്ടാവുക പ്രധാനമായിട്ട് സുരാസു. ഒരു ദിവസം വന്നിട്ട് ഞങ്ങൾ രാത്രി വന്നിട്ട് ഞങ്ങൾ ഗ്രാമത്തിലാണ് അദ്ദേഹം ഉറങ്ങിയത്. പിറ്റേ ദിവസവും അദ്ദേഹം പോയില്ല, അവിടെ തന്നെ ഇരുന്നു. ഞാൻ പറഞ്ഞു വീട്ടിലേക്ക് വിളിച്ചിട്ട് പുള്ളി വന്നില്ല. പുള്ളി ആൽത്തറൻ്റെ ചോട്ടിലിരുന്ന് ഉറങ്ങി. അവിടെ മതിയായിരുന്നു. ഞങ്ങൾ ഈ അദ്ദേഹത്തെ ഇട്ട് പോയില്ല, ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു. ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട് പ്രധാനമായിട്ടുള്ള, എന്തായിരുന്നു എൻ്റെ പേര്, സുരാസുവിൻ്റെ സുരായണം എന്ന് പറഞ്ഞൊരു പുസ്തകം. സുരായണം. അത് അക്കാലത്ത് സുരാസു കവിതയും നൃത്തവും നന്നായി നൃത്തം ചെയ്യും. സുരാസു കവിതയും നൃത്തവും ഏകോപിപ്പിച്ചു കൊണ്ടൊരു മൊഴിയാട്ടം എന്നാണ് അതിൻ്റെ പേര്. ആ മൊഴിയാട്ടം പുള്ളി ഒരു ദിവസം അവിടെ ഞങ്ങളെ നാട്ടിലൊരു ഗ്രൗണ്ടിൽ വെച്ച് അവതരിപ്പിച്ചിട്ടുണ്ട്. വെറുതെ കാണാൻ കുറച്ച് 10-15 പേരേ ആകെയുള്ളൂ മൊഴിയാട്ടം. അപ്പോൾ അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് പറഞ്ഞാൽ അതിന് ശേഷമാണ് ഈ സുരായണം എന്ന പുസ്തകം വരുന്നത്. സുരായണം എന്ന് അദ്ദേഹം പേരിട്ട മദ്യപൻ്റെ യാത്ര എന്നുള്ള നിലയ്ക്കാണ്. പുള്ളി ധാരാളം കുടിക്കും, എല്ലാവരും തന്നെ കുടിക്കുക, ബോധം വീഴുന്നവരെ കുടിക്കും. അത് വേറെയുണ്ട്. ഇദ്ദേഹത്തിൻ്റെ നാടകം ഇവിടെ കോഴിക്കോടായിട്ട് ധാരാളം ബന്ധമുണ്ട് സുരാസുവിന്. അദ്ദേഹത്തിൻ്റെ വിശ്വരൂപ നാടകമൊക്കെ കോഴിക്കോട് അവതരിപ്പിച്ചത്. കോഴിക്കോട് അഖില കേരള നാടക മത്സരം ഉണ്ടായിരുന്നു. അതിലൊക്കെ സമ്മാനം കിട്ടിയത്. അത് 73 മറ്റാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ആൾക്കാർ MT ഒക്കെ ഇയാളൊരു ആരാധകനാണ്. അപ്പോൾ ഇയാൾക്ക് വീടില്ല. വീട് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി ഫോം ചെയ്തു കോഴിക്കോട്ട്. ഞാനൊക്കെ അതിൽ പങ്കെടുത്ത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ വീട് ഫണ്ട് പിരിക്കാനുള്ള തീരുമാനമൊക്കെയായി. അതിൻ്റെ വേറെ അവസാനത്തെ ഒരു യോഗം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം മദ്യപിച്ചിട്ട് ഇങ്ങനെ പറയും, ആരാളാ എനിക്ക് വീടുണ്ടാക്കാൻ പോകുന്നത്? ടൗൺ ഹാളിൻ്റെ മുമ്പ്. അതോടുകൂടി തരസി പ്രമുഖന്മാരൊക്കെ അങ്ങനെ ഭയങ്കര വിപരീതങ്ങളുടെ കൂടെ നടന്നിട്ടില്ല, അനാർക്കിയായിട്ടുള്ള. അതേമാതിരി വേറൊരു കഥാപാത്രം ഈ പുലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അയ്യപ്പൻ്റെ പേരും ഇതിനകത്ത് വരുന്നുണ്ട്. അയ്യപ്പൻ ഈ പുലിമര ചുവടുമായിട്ട് എന്തോ ഗാഢമായിട്ടുള്ള ബന്ധങ്ങൾ. എന്താണ് അയ്യപ്പൻ്റെ ആ പ്രദേശവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ചരിത്രം? അയ്യപ്പൻ ഒഡേസയിൽ വരും. ഒഡേസ മൂവീസ്, ഞാൻ ആ കാലത്ത് ഒഡേസ മൂവീസായി സഹകരിച്ചിട്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ അമ്മ അറിയാമെന്ന് പറഞ്ഞ സിനിമ കളിച്ചിട്ടുണ്ട്. ഇവിടെ കക്കുളങ്ങര പറമ്പില്ല അവിടെ. അങ്ങനെയാണ് അയ്യപ്പൻ അവിടെ കോഴിക്കോട് വന്ന ഒഡേസയിലേക്ക് കിടന്നുറങ്ങുക. ഇംഗ്ലീഷ് പള്ളിക്ക് അടുത്ത ഒഡേസയുടെ ഓഫീസ്. അവിടെ മധുമാഷ ഉണ്ടാവും. പിന്നെ അമ്മദ് എന്ന് പറഞ്ഞൊരാൾ, ജോണിൻ്റെ ഒരു സാഹചര്യത്തിനുണ്ട്. അമ്മദ് മുടി വേണു എന്ന് പറയുന്ന വേണുവേട്ടൻ ഒരാളാണ്. നാടകത്തിലൊക്കെ ഉണ്ടായിരുന്നു. അതെ നാടകത്തിലുണ്ട്. പിന്നെ വേറൊരാൾ ജീവൻ തോമസ, അദ്ദേഹം SK പൊറ്റക്കാടിൻ്റെ പ്രതിമ അക്കാലത്ത് അവിടെ ആർക്കിടെക്ചറൊക്കെ ചെയ്യുന്നതാണ്. അതെ. അപ്പം പൊറ്റക്കാടിൻ്റെ പ്രതിമയൊക്കെ അദ്ദേഹം ഉണ്ടാക്കി, കെട്ടീൻ്റെതും ഉണ്ടാക്കിയത് അദ്ദേഹം. അപ്പോൾ ഇവരൊക്കെയാണ് ആ കാലത്ത് ഉണ്ടാവുക. അപ്പോൾ അവിടെ വെച്ചിട്ട് അവിടെ 70s വിപ്ലവം പരാജയപ്പെട്ടു പോയല്ലോ. അപ്പോൾ പിന്നെ ഒഡേസയാണ് ആ ചെറുപ്പക്കാരെ കൂട്ടിപ്പിടിച്ചത്. അത് ജോണായിരുന്നു അതിൻ്റെ ഒരു പ്രധാന ആളായിട്ട് നിന്നിരുന്നത്. ജോൺ ഇല്ലായിരുന്നെങ്കിൽ പിന്നെ ആ ചെറുപ്പക്കാർ ഭ്രാന്ത് പിടിച്ച് പോവുകയായിരുന്നു. അങ്ങനെ അതിൽ നിന്ന് ആ പ്രസ്ഥാനം തകർന്നു പോയെങ്കിലും വിപ്ലവം പരാജയപ്പെട്ടെങ്കിലും ആ ചെറുപ്പക്കാരെ അനാഥരാക്കാതെ സൂക്ഷിച്ചത് ശരിക്കും ഒഡേസ മൂവീസാണ്. അത് വളരെ പ്രധാനമായിരുന്നു ആ കാലഘട്ടത്തിൽ. അതിന് പ്രാധാന്യം ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് അയ്യപ്പനൊക്കെ അതിൽ വരുന്നത്. അയ്യപ്പന് ഭയങ്കര ഡ്രങ്കാടാ, ചിലരൊന്നല്ല കുടിക്കുക ഇതായിട്ടുള്ള. അപ്പോൾ അവിടുന്ന് പരിചയപ്പെടുന്നു അയാളെ. അത് 91 അപ്പോഴേ കുറച്ചുകൂടി കാലം അങ്ങോട്ട് പോയിട്ടുണ്ട്. 90-91 കാലത്താണ്. അപ്പോൾ ഒഡേസയിൽ അവിടെ നിന്നുകൊണ്ട് അയ്യപ്പൻ ഓരോന്ന് പറയും, കവിത ചൊല്ലും അവിടെ തന്നെ ഇതായിട്ടില്ല. ഇന്നത്തെ അത്താഴം ഇതുകൊണ്ടാവുന്ന അത്താഴം എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്. അത്താഴം മാത്രമല്ല പല കവിതകളും അവിടുന്ന് ചൊല്ലും.
കവിത ഉള്ളത് എന്തിനാന്ന് വെച്ചാൽ കവിത പാടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മദ്യം വാങ്ങി കൊടുക്കണം, അത് നിർബന്ധമാണ്. ഇല്ലെങ്കിൽ അത് ആരോട് ചോദിക്കും. അങ്ങനെ ഒരിക്കലും അവിടെ നാട്ടിൽ വരും. നാട്ടിൽ വന്നിക്കണം എൻ്റെ വീട്ടിലുണ്ടാവുക. അപ്പോൾ അവിടെ അങ്ങനെ കുറേ കാര്യങ്ങൾ പറയും. അയ്യപ്പനെ സംബന്ധിച്ച് പല പരാതികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹം എന്നോട് അങ്ങനെ മോശമായിട്ടൊന്നും പെരുമാറിയിട്ട് ഓർമ്മയില്ല. അപ്പോൾ അയ്യപ്പൻ അവിടെ വരും, അയ്യപ്പൻ സംസാരിക്കും. അവിടുത്തെ ഓരോ മുക്കും മൂലും അയ്യപ്പൻ അറിയാം ഇടക്കാട്ട് പല സ്ഥലത്തും. അത് അറിയാനുള്ള പ്രധാന കാരണം എന്താ വെച്ചിട്ടാണ് ഇദ്ദേഹം മദ്യം അന്വേഷിച്ച് പോകുന്നത് എവിടെ കിട്ടും. അത് ശരി, അതുകൊണ്ട് എല്ലാ ഇടവഴിയും ഇടവഴിയുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞ ആ ഭാഗത്തൊക്കെ ചിലപ്പോൾ നാടൻ നിന്നൊക്കെ അവിടെ കിട്ടാൻ സാധ്യതയുണ്ടെന്നല്ലോ, ഏതാണെന്ന് എനിക്കറിയില്ല. പുള്ളി അത് അന്വേഷിച്ച് പോകും, കാണുന്നവരോട് ചോദിക്കും അല്ല അവിടെ കിട്ടുമെന്ന് ചോദിച്ചു. കാരണം അതിന് വില കുറവാണ്. അപ്പോൾ മറ്റേ ഇത് പോയിട്ട് പറ്റില്ലല്ലോ. അന്ന് പട്ടയുണ്ട്, പട്ട ഉള്ള സമയമാണ്. അപ്പോൾ അത് ചാരായം നിരോധിച്ചിട്ടില്ല, എന്നാലും അതിനേക്കാൾ വില കുറഞ്ഞു കിട്ടും, അതുമല്ല ഗുണമേന്മ ഉണ്ടാവും എന്നുള്ള ഒരു ധാരണ പുള്ളി അങ്ങനെയാണ്. അപ്പോൾ അവിടെ എങ്ങനെ എഴുതും, രാത്രിയിലെ എഴുത്ത്, പകലൊക്കെ കുടി, രാത്രി എഴുത്ത്. രാത്രിയാകുമ്പോൾ പുള്ളിക്ക് മദ്യം അങ്ങനെ വേണ്ട, രാത്രിയിൽ റൈറ്റിങ്സാണ്. അപ്പോൾ അത് സിഗരറ്റിൻ്റെ പാക്കറ്റിലാണെങ്കിലും എഴുതും ഇതായിട്ടില്ല. ഒരിക്കലും എനിക്ക് ഓർമ്മയുണ്ട്, അയ്യപ്പൻ്റെ ഒരു കവിത ഞാനാണ് പോസ്റ്റ് ചെയ്തത്. ഒരു വേനൽ മഴ എന്ന് പറഞ്ഞൊരു കവിതയാണ്. അത് പുള്ളി പറഞ്ഞെന്ന് ഞാൻ എഴുതിയെടുത്തിട്ട് അത് ഞാൻ തന്നെയാണ് പോസ്റ്റ് ചെയ്തത്. കലാകൗമുദിയിലോ മറ്റോ അത് വരികയും ചെയ്തിട്ടുണ്ട്. അയ്യപ്പൻ വേറെയും തമാശ ചെയ്തു, കവിത വന്നിട്ടില്ലെങ്കിൽ മോഷ്ടിക്കും. കടമ്മനിട്ടയുടെ അച്യുതാനന്ദൻ്റെ കവിത മോഷ്ടിച്ചിട്ട് പുള്ളി അത് എഴുതിയിട്ട് അടിയിലേ അയ്യപ്പൻ. അപ്പോൾ ആ വിലാസം കൊടുക്കും, എൻ്റെ വിലാസം ഇവിടെയാണെങ്കിൽ കൊടുക്കുക. അപ്പോൾ അവിടെ കൊടുത്തതിൻ്റെ വിലാസത്തിൽ പൈസ വരും മണി ഓർഡറായിട്ട്. അപ്പോൾ മണി ഓർഡറായി ഇങ്ങനെ പകുതി കടമ്മനിട്ടയ്ക്കോ ഇവർക്ക് അയച്ചു കൊടുക്കും, പകുതി മുക്ക് പുള്ളിയുടെ കവിത വായ്പ വാങ്ങിയത്. അങ്ങനെയൊക്കെ ഉണ്ട്. അതുമാത്രമല്ല, ശീർഷകം മാറ്റിയിട്ട് കവിത പലർക്കായിട്ട് അയച്ചു കൊടുക്കും. അച്ചടിച്ച് വന്നതിന് പിന്നെ പത്രാധിപരൊന്നും നോക്കൂല. ഇല്ല, അത് കവിത പല പ്രസിദ്ധീകരണങ്ങളിൽ വരും, പല പ്രസിദ്ധീകരണം ഒരേ കവിത തന്നെ. എല്ലാ സ്ഥലത്തും പൈസയും കിട്ടുമായിരുന്നു, എല്ലായിടത്തും പൈസ കിട്ടും. പൈസ ഒന്നും പുള്ളിൻ്റെ അടുത്ത് നിൽക്കില്ല, അതൊക്കെ കുടിക്കാൻ നേരമുള്ളൂ. അത് ഈ സ്ഥലമായിട്ട് ബന്ധപ്പെട്ട് വളരെ രസകരമായിട്ടുള്ള ഒരുപാട് കേരളത്തിലെ സാംസ്കാരിക ചരിത്രത്തിൽ ഒരുപാട് പേരുകൾ ഇതിൽ വരുന്നുണ്ട്. ഉദാഹരണത്തിന് ജോൺ അബ്രഹാം, അദ്ദേഹത്തിൻ്റെ അമ്മ അറിയാൻ എന്ന നാടകം, ആ നാടകത്തിന് വേണ്ടിയിട്ടുള്ള ധനസംഭരണത്തിന് വേണ്ടിയിട്ടൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ എടക്കാട് നിന്നാണ് പോയിട്ടുള്ളത് എന്നീ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതുമായിട്ട് എന്താ അങ്ങനെയാണ് ഒരു എടക്കാട് അങ്ങനെ ഒരു സാംസ്കാരിക രംഗത്ത് ഇത്രയും വലിയൊരു ഇനീഷ്യേറ്റീവ് എടുക്കാൻ കാരണം? ഒരു പൊളിറ്റിക്കലായിട്ടൊരു വലിയ അവയർനെസ് ഉള്ള സ്ഥലമാണോ അത്? പൊളിറ്റിക്കലായിട്ട് അവിടെ അവയർനെസ് ഉണ്ടായിട്ടുണ്ട്. കാരണം അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിച്ചതിന് ശേഷം അവിടെ ഏതാനും ചെറുപ്പക്കാരുണ്ടായിരുന്നുള്ളൂ. പിന്നീട് നിരോധനം നീക്കിയതിന് ശേഷം പിന്നീട് പാർട്ടിക്ക് വലിയൊരു പ്രാധാന്യം കൈവന്നു അവിടെ. അത് കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിൻ്റെ തകരാറ് കൊണ്ടും മറ്റു പലതും കൊണ്ടും അതിനകത്ത് അതങ്ങനെയില്ല. ആ സ്പേസിലാണ് പാർട്ടി അവിടെ വളരുന്നത്. പിന്നെ പാർട്ടി വളർന്നതിന് ശേഷം അവിടെ CPI ഒന്നും ഇല്ല, പിന്നെ CPM എല്ലാവരും CPM. അതിൽ നിന്ന് അവരുടെ അവിടെ ഞങ്ങളുടെ നാട്ടിലൊക്കെ വിപ്ലവ കലാപതിയൊക്കെ വരുന്ന അങ്ങനെയാണ്, ആ ഊർജം ഉണ്ടായിക്കൊണ്ട്. അതിൻ്റെ പേരിട്ടതിനെ പറ്റി പിന്നീട് അവർ ചിന്തനൊക്കെ നടത്തിയെങ്കിലും പേരിപ്പോഴും അങ്ങനെ തന്നെയാണ്. അക്കാലത്ത് അവിടെ യുക്തിവാദി പ്രസ്ഥാനത്തിന് വലിയ ഒരു സ്വാധീനമുള്ള മേഖലയാണ്. ഇത് വരുന്നത് ധാരാളം വായന കൊണ്ടാണ്. വായനശാലകളുണ്ട്, 3-4 വായനശാലകളൊക്കെ അവിടെ ഉണ്ട്. 3 വായനശാല എപ്പോഴും ഉണ്ട്. ഒന്ന് പ്രോഗ്രസീവ് ലൈബ്രറി, വിദ്യാഭിവർദ്ധിനി, കുണ്ടുപറമ്പ് ലൈബ്രറി. ഈസ്റ്റിലൊരു ലൈബ്രറി ഒരു 10-15 കൊല്ലം മുമ്പ് വരെ ഉണ്ടായിരുന്നു, അതിപ്പോൾ ഇല്ല, പോയി. അപ്പോൾ ഈ 3 ഗ്രന്ഥാലയങ്ങൾ അക്കാലത്ത് ധാരാളം വായനയുള്ള ആളുകളുണ്ട്, ധാരാളം വായിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ ഒരു കൾച്ചർ, ഒരു ഇടതുപക്ഷത്തിൻ്റെ സ്പേസ് ഉണ്ടാവുന്നത് ഈ വായനയിൽ കൂടിയാണ്. അതിൽ നിന്നാണ് യുക്തിവാദി പ്രസ്ഥാനം വരുന്നത്. യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചിരിക്കുകയാണ്, കലാനാഥനൊക്കെയാണ് അക്കാലത്തെ നേതാവ്. കലാനാഥനൊക്കെ അനവധി തവണ എടക്കാട് വന്നിട്ടുണ്ട്. അവിടെ പുന്നശ്ശേരി വാസുദേവൻ നായർ എന്നൊരാളുണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് അന്തിയുറക്കം. അവിടെ വന്നാലും കലാനാഥൻ വന്നാലും കലാനാഥൻ്റെ സാന്നിധ്യം കൊണ്ട് അവിടെ യുക്തിവാദികൾക്ക് വമ്പം പ്രാധാന്യം വന്നു. അതിൽ പലരുണ്ട്, NP സച്ചിദാനന്ദൻ, മധുമാഷൊക്കെ അതിൽ കൂടെ യുക്തിവാദി പ്രസ്ഥാനത്തിൽ കൂടെ വരുന്നത്. ശരി, മധുമാഷ് അവരുടെ കുറേ ചെറുപ്പക്കാർ. അങ്ങനെ ഇവരുടെ ഒരു ആസ്ഥാനം എന്നുള്ള നിലയ്ക്കാണ് അവിടെ ഒരു കൾച്ചറൽ ഓർഗനൈസേഷൻ ഉണ്ടാവുന്നത്. അവിടെ അതില്ല, ഒരു ആസ്ഥാനമായിരുന്നത്. പിന്നീടാണ് അത് വിപ്ലവ കലാപതി എന്ന പേര് ഇതായിരിക്കുന്നത്.
ഒരു ആസ്ഥാനം അവിടെ ഉണ്ട് അവിടെ. അപ്പോൾ വിപുലമായ വായന എന്നാണ് അത്. അക്കാലത്ത് ചെഗുവേരയൊക്കെ കൊല്ലപ്പെട്ട സമയമാണ്. ആ കാലത്താണ് ഈ യുക്തിവാദി പ്രസ്ഥാനം സജീവമാകുന്നത്. അപ്പോൾ അവിടെ ഒരു കൾച്ചറലായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത് അനേകം കലാസമിതികൾ വന്നിട്ടുണ്ട്, ധാരാളം. അതിൽ ഏറ്റവും പ്രധാനം പ്രദേശ് സ്പോർട്സ് ആൻഡ് ആർട്സ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒന്നുണ്ട്. കനോലി കനാലിൻ്റെ കനാലിൻ്റെ കരയ്ക്കാണ് അവിടെ ധാരാളം ആളുകൾ, ചെറുപ്പക്കാരുണ്ട്. ഇപ്പോൾ നാടകങ്ങൾ, വാർഷികാഘോഷങ്ങളുണ്ടാവും, സ്പോർട്സ് ഉണ്ടാവും, ഫുട്ബോൾ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ധാരാളം കലാസമിതികൾ വീണ്ടും വന്നു. ഇത് പിടിച്ചുകൊണ്ട് ജ്വാല കലാമന്ദിർ ഒക്കെ അതിൽ പിൻകാഴ്ചകളിലത് പറയുന്നുണ്ട്. ജ്വാല കലാമന്ദിർ ഉള്ള സംഗീത കൈരളി കലാവേദി അത്താണിക്കിൽ അത് ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഇപ്പം പഴയ പോലെ അത്ര സജീവമല്ലത്. പ്രത്യേക സ്പോർട്സ് ആൻഡ് ആർട്സ് സെൻറ്ററിൽ രാഷ്ട്രീയമൊന്നും ഇല്ലായിരുന്നു, എല്ലാവരും ഉണ്ട്. അതിൽ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ഒക്കെ ഉണ്ട്. കൈരളിയൊക്കെ CPM-ൻ്റെ ആഭിമുഖ്യത്തിലുള്ളതാണ്. എല്ലാത്തതും ഉണ്ട്, രാഷ്ട്രീയമൊന്നും ഇല്ലാത്ത അനവധി. ജ്വാലയൊക്കെയൊന്നും അങ്ങനെ പ്രത്യക്ഷ രാഷ്ട്രീയമില്ല. പക്ഷേ ആ തരത്തിൽ ഒരു വലിയ സാംസ്കാരിക പ്രവർത്തനത്തിന് ദീർഘ പാരമ്പര്യം ഉണ്ട് അവിടെ. ധാരാളം നടന്മാർ, എഴുത്തുകാർ, ഈ പാട്ട് പാടുന്ന ആളുകൾ, ഇങ്ങനെയുള്ള അത്താണിക്കൽ ആ പ്രദേശത്ത് തന്നെ, യഥാർത്ഥത്തിൽ എടക്കാട് അത്താണിക്കൽ പ്രദേശത്ത് ധാരാളം എഴുത്തുകാർ നമ്മൾ ഉണ്ടായിരുന്നതായിട്ട് കാണുമ്പോൾ KTA പോലുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. സത്യനാഥനെ പോലെ നാടകകാരന്മാരുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ആ തരത്തിലൊരു നാടക പാരമ്പര്യം ആ പ്രദേശത്ത് എടക്കാടിൻ്റെതായിട്ടൊരു നാടക പാരമ്പര്യം ഉണ്ടോ? ഉണ്ട്. അതിന് കാരണം എന്താ വെച്ചാൽ KT മുഹമ്മദ് അവിടെയാണ് താമസിച്ചിരുന്നത്. KTൻ്റെ താമസിച്ചിരുന്ന വീട് വാടക വീടാണ്. KT എപ്പോഴും വാടക വീട് തന്നെ താമസിക്കുക. അവിടെ ആ വാടക വീട് ഇപ്പോഴും ഉണ്ട്. KT അവിടെ പല നാടകങ്ങളും KT-യാണ് അവിടെ എഴുതിയത് ആ വീട്ടിൽ വെച്ചിട്ട് എഴുതിയത്. വെള്ളപ്പൊക്കം പോലുള്ള നാടകങ്ങൾ അവിടെ വെച്ചിട്ടുണ്ടാവുന്നത്. അത് അങ്ങനെ പല നാടകങ്ങളും അവിടെ വെച്ചിട്ട് എഴുതിയിട്ടുണ്ട് KT. ആദ്യകാലത്ത് ചോദിച്ചാൽ പിന്നെ കോഴിക്കോട്ടാണ്. അത് സംഗമം തിയേറ്റേഴ്സിലായിരുന്നു KT ആദ്യം. സംഗമം തിയേറ്റേഴ്സിന്റെ ഓഫീസ് ആ ഭാഗത്ത് എവിടെയായിരുന്നു? അല്ലല്ല, സംഗമം കോയ റോഡ് ഭാഗത്ത് എവിടെയായിരുന്നു? അല്ലല്ല, അത് കലിംഗയാണ്. കലിംഗ, അതും KT-യുടെ തന്നെയാണ്. അത് സംഘമായിട്ട് എന്തോ അഭിപ്രായ ഭിന്നതയെ തുടർന്നിട്ട് KT അവിടുന്ന് പോന്നു. അതിനുശേഷം ആണ് കലിംഗ തിയേറ്റേഴ്സിന് സ്വന്തമായൊരു നാടക വേദി. ഇയാൾ ഉദ്യോഗത്തിൽ KT സൈദ് എന്ന് പറയും. ഇവരൊക്കെ അവിടെ ഉണ്ടായിരുന്നതാണ്. അതുപോലെ മാത്രമല്ല മറ്റേ KV ദേവോ അതുപോലുള്ള പല ആളുകളുണ്ട്. KV നാടകകൃത്തുക്കൾ, ധാരാളം നാടകകൃത്തുക്കളൊക്കെ. വാസുദേവനെ പോലുള്ള ആളുകളുണ്ട്. ഉദയചന്ദ്രൻ ഉള്ള നാടകകൃത്ത്, അദ്ദേഹത്തിൻ്റെ സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട്. സംഗ്രാമം പോലുള്ള നാടകം എഴുതിയിട്ട്. പിന്നെ AK അബ്ദുള്ള, AK പുതിയങ്ങാടി, ഇവരൊക്കെ നാടകകൃത്തുക്കളാണ്. AK അബ്ദുള്ളൊക്കെ പുതിയങ്ങാടിയാണ് അവിടെ താമസിച്ചിരുന്നത്. ഇവരൊക്കെ നാടകങ്ങളായിട്ട് ധാരാളം എഴുതിച്ചിരിക്കുമ്പോൾ എടക്കാടിൻ്റെ സാംസ്കാരികമായിട്ടുള്ള പൈതൃകത്തെ വളരെ തീവ്രതയോട്. ഇതെവിടെയാണ് ഈ നാടകങ്ങളൊക്കെ അവതരിപ്പിച്ചിരുന്നത്? അവിടെ സ്റ്റേജ് ഒന്നുമില്ലല്ലോ, അവിടെ അങ്ങനെ ഒരു സംവിധാനം. പക്ഷെ അത് അന്നക്കാലത്ത് വയലുകളുടെ ധാരാളം. വയലുകളെ കുറിച്ച് ഇതിൽ ധാരാളം പറയും. പക്ഷേ ഇപ്പൊ നോക്കി ആ പ്രദേശത്ത് യാത്ര ചെയ്യുന്നവർക്ക് വയലൊന്നും കാണാൻ വയലില്ല. വയലൊക്കെ വീടായി മണ്ണ് കൊടുത്തിട്ട്. അപ്പോൾ അവിടെ ഗാർഡിയൻസ് സ്കൂളിൻ്റെ ആ ഭാഗത്തൊക്കെ വയലാണ്. ഗാർഡിയൻസ് സ്കൂൾ തന്നെ വയലിലാണ് നിർമ്മിച്ചത്. അവിടെ ആ മൂലയ്ക്ക് വെച്ചാൽ കൈരളിയൊക്കെ കലാവേദി നാടകങ്ങളൊക്കെ അവതരിപ്പിച്ചിരുന്നത്. അതും KT-യുടെ നാടകങ്ങളാണ്. കൈനാട്ടികളൊക്കെ KT ഇവിടുന്ന് എഴുതിയതാണ്. അപ്പോൾ KT-യുടെ സാന്നിധ്യം മാത്രമല്ല, മറ്റനേകം നാടകകൃത്തുക്കളും എഴുത്തുകാരും ഒക്കെ ഉണ്ട്. ഒരു അപ്പുണ്ണി എന്ന് പറഞ്ഞൊരാൾ, ഒരു നോവലിസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അയാൾ ഇപ്പോഴും ഉണ്ടായാൽ, പക്ഷേ അയാൾ അവിടെയല്ല, പാലക്കാടാണ്. അപ്പോൾ ഒരു സാംസ്കാരികമായിട്ട് വലിയൊരു ഒരു കുതിച്ചുചാട്ടം തന്നെ ഇത് പ്രത്യേക സ്പോർട്സ് ആൻഡ് ആർട്സ് സെൻറ്റർ വന്നതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. അനേകം കലാസമിതികളും ധാരാളം പ്രവർത്തകരൊക്കെ അവിടെ വേറെ ഉണ്ട്. T സുരേഷ് ബാബുവിനെ പോലുള്ള ആളുകൾ. വിൽസൺ, വേറൊരു വിൽസന്റെ പേര് ഇതിൽ പറയണ്ടല്ലോ, വിൽസൺ. വിൽസൺ, VP വിൽസൺ. അയാൾ എപ്പോഴും ഉണ്ട്. അയാൾ വിൽസൺ എലത്തൂരാണ് താമസിക്കുന്നത്. വിൽസനൊക്കെ പ്രദേശത്തുള്ള വിൽസന് വിപ്ലവ കലാവേദിക്ക് വേണ്ടി നാടകം എഴുതിയ നാടകകൃത്തായത് അയാളുള്ള.
അപ്പോൾ ഒരു വളരെ ദീർഘമായിട്ടുള്ള ഒരു സാംസ്കാരിക പാരമ്പര്യം അതിനുണ്ട്. ഉണ്ട് ഉണ്ട് ഉണ്ട്. ആ എഴുത്തിൻ്റെ ഒരു പാരമ്പര്യമുണ്ട്, എഴുത്തിൻ്റെ നാടകത്തിൻ്റെ പാരമ്പര്യമുണ്ട്, നോവലിൻ്റെ ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ സമീപകാലത്ത് പുറത്തിറങ്ങിയ ഒരു ബരേറ്റ, ബരേറ്റ, അതൊക്കെ ആ പ്രദേശത്തു നിന്ന് വരുന്ന ഒരു എഴുത്തുകാരുടേതാണെന്ന് എനിക്ക് മനസ്സിലായി. വിനോദ് കൃഷ്ണ. വിനോദ് കൃഷ്ണൊക്കെ അതിലെവിടെ ഉണ്ടല്ലോ. അതിലുണ്ട് ഇടക്കാലയുടെ ഏരിയയിലുണ്ട്. വിനോദ് കൃഷ്ണയൊക്കെ അങ്ങനെ വന്നിട്ടുള്ള ആളാണ്. ഇപ്പം വളരെയേറെ അറിയപ്പെടുന്ന ഒരു ഇപ്പൊ അറിയപ്പെടുന്നുണ്ട്. അയാൾ ചില സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇവിടെ മയ്യൻ കാലം എന്ന ഒരു ഡോക്യുമെന്ററി, അത് എൻവയോൺമെന്റൽ ആയിട്ടുള്ള വിഷയങ്ങളുമായിട്ട് ജലവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു ഒരു ഡോക്യുമെന്ററി ആണെന്ന് ഞാൻ മനസ്സിലാക്കി. അതാണ് അത്. കുടിവെള്ളത്തിന്റെ പ്രശ്നം. വെള്ളം അക്കാലത്ത് പ്ലാച്ചിമടയൊക്കെ നിൽക്കുന്ന കാലത്തായി സിനിമ വരുന്നത്. അപ്പോൾ അതാണെങ്കിൽ ആ കഷ്ടപ്പെട്ടിട്ട് ആ സിനിമ എടുത്തതെന്ന് എനിക്കറിയാം. ഇവർ ഓവുചാല് വൃത്തിയാക്കിയിട്ടൊക്കെ അങ്ങനെ കരാറൊക്കെ എടുത്തിട്ട് അതിൻ്റെ ആ സിനിമയ്ക്കുള്ള പണം സ്വരൂപിച്ച് അങ്ങനെയൊക്കെ ചെയ്തത്. പ്രോഗ്രസീവ് ലൈബ്രറീൻ്റെ ആഭിമുഖ്യത്തിലാണ് അത് ഉണ്ടായിട്ടുള്ളത്. ചെറുപ്പക്കാർ പണമില്ലാതെ ഓരോന്നും കൂലിപ്പണിയൊക്കെ ചെയ്തിട്ടാണ് ഡോക്യുമെൻ്ററി എടുത്തത്. അത് വിദേശങ്ങളിലൊക്കെ കളിച്ചിട്ടുണ്ട് ചില സ്ഥലത്ത്. അപ്പോൾ അവനത് നല്ല നോവലാണത്. അതായത് ഫാസിസത്തിനെതിരായിട്ടുള്ള ഒരു സാധനം ബരേറ്റ. മാധ്യമ ആഴ്ചപ്പതിപ്പിൽ കുറച്ച് വന്നാണ്. അപ്പം അങ്ങനെ ഒരു സാംസ്കാരികവുമായിട്ടുള്ളൊരു പശ്ചാത്തലം കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് വളരെ പൊളിറ്റിക്കലായിട്ട് വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു പ്രദേശമാണ് എടക്കാട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അവിടെ ഒരു ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൻ്റെ സ്ഥലം ഉണ്ടായിരുന്നു. കാരണം അവിടെ ആ കെംക ഫ്ലോർ മില്ല് പോലുള്ള സംഗതികൾ, മറ്റു സ്ഥാപനങ്ങൾ. ഇതിൽ ഏറ്റവും രസകരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ അണ്ടി കമ്പനിയിലേക്കുള്ള ഈ സ്ത്രീകളുടെ വോട്ട്. അത് വളരെ മനോഹരമായിട്ട് വർണ്ണിച്ചതാണ്. പഴയ ഈ പിയേഴ്സ് ലെസ്ലിയുടെ അണ്ടി കമ്പനിയിലേക്ക് രാവിലെ 8 മണിക്ക് എത്താൻ വേണ്ടിയിട്ട് ആക്ച്വലി അതായിരുന്നു ആദ്യത്തെ ആ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായ സ്ഥാപനം. അതെ, അത് വളരെ പ്രധാനപ്പെട്ട വ്യവസായ സ്ഥാപനമായിരുന്നു. അതിൽ സ്ത്രീകളാണ് കൂടുതൽ. 10 100 പുരുഷന്മാരും ഉണ്ടാവും. ഭൂരിഭാഗവും സ്ത്രീകളാണ്. ഇവർക്ക് നേരം വൈകിയാൽ പ്രവേശനം നിഷേധിക്കും. അതുകൊണ്ട് അവർ ഓടുന്നത് വെച്ചാൽ വീട്ടിലത്തെ പ്രാരാബ്ദങ്ങൾ കഴിഞ്ഞിട്ട് വേണം പോകണമെങ്കിൽ. വീട്ടിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കണം, കുട്ടികൾക്കും ഭർത്താവിനും ഉണ്ടാക്കി കൊടുക്കണം. എന്നിട്ട് അവർ ഓടുക ചെയ്യുക. മുണ്ടും ബ്ലൗസുമാണ് ഇങ്ങനെ ഇടും. അതിൻ്റെ കൊന്തലിങ്ങോട്ട് എടുത്തിട്ട് ഓടും. മരണപ്പാച്ചില. 100 കണക്കിന് സ്ത്രീകൾ ഒന്നിച്ച് ഓടുക. പല സ്ഥലത്തും 100 കണക്കിന് അവർ വാസ്തവത്തിൽ അക്കാലത്ത് അവരുടെ കുടുംബങ്ങൾ പുലർന്നത് ഈ സ്ത്രീകളെ അധ്വാനിച്ച് കൊണ്ടുവന്നിട്ടാണ്. ശരി. പുരുഷന്മാരാണ് ഇവിടെ കൂലിപ്പണിയൊന്നും അങ്ങനെ ഇല്ലാത്ത കാല ഒന്നുമില്ല. അവരെന്തെങ്കിലും കിട്ടിയെങ്കിലായി. ഓരോ പ്രധാന പരിപാടി ചീട്ടുകളിയാ. അങ്ങനെ നടക്കും. കുടുംബം പുലർത്തേണ്ട ചുമതല പെണ്ണുങ്ങൾക്ക്. ഇവർ ഓടി വരും. അപ്പോൾ സ്ത്രീകൾക്ക് വലിയൊരു ഇനീഷ്യേറ്റീവ് ഉള്ള പ്രദേശമാണ്. അതെ. പിൽക്കാലത്ത് അത് വേറെ രീതിയിൽ ഇപ്പോൾ കുടുംബശ്രീയൊക്കെ വന്ന സമയത്ത് അതൊക്കെ വളരെ സഹായകരമായിട്ടുണ്ട് ആ കാലത്ത്. കുടുംബശ്രീ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന പ്രദേശങ്ങളിലൊന്നാണ് നമ്മുടെ ഈ സിറ്റിയുടെ ഈ പ്രദേശം. വളരെ ക്ലിയർ ആണ്, വളരെ എവിഡൻ്റ് ആണ്. അതെ. ധാരാളം കുടുംബശ്രീ യൂണിറ്റുകളുണ്ട് അവിടെ. അപ്പോൾ അതൊക്കെ അക്കാലത്ത് കഷ്ടപ്പാടിൻ്റെതാണ്. അത് പിയേഴ്സ് ലെസ്ലിയുടെ ആഭിമുഖ്യത്തിൽ യൂറോപ്യൻ കമ്പനിയാണ് അവിടെ കാരപ്പറമ്പിൽ. ഇപ്പം നമ്മുടെ എന്താ പറയുക, ഇപ്പം അൽഹിന്ദിൻ്റെയൊക്കെ ഫ്ലാറ്റൊക്കെ ഉള്ള സ്ഥലമാണ്. അതെ. അതൊക്കെ അത് 10-15 കൊല്ലം മുമ്പേ പോയി തോന്നുന്നു ആ പ്രദേശം. അത് പോയിട്ടുണ്ട്. അത് പിന്നെ പൊളിച്ചു കളഞ്ഞു. അവിടെ ഇപ്പോൾ വലിയ കൂറ്റൻ കെട്ടിടമൊക്കെ. അല്ല, ആ കമ്പനി 1850 മുതലേ അവിടെ പ്രവർത്തിക്കുന്നതല്ലേ? ആ കാലം മുതലേ ഈ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന ആ കമ്പനിയാണ്. പഴയ കമ്പനിയാണ്. വളരെ മുമ്പേ അതുണ്ട്. അത് ഇവിടെ മാത്രമല്ല, ചില സ്ഥലത്തുണ്ട്. പല സ്ഥലത്തുണ്ട്. തലശ്ശേരി ഉണ്ട്, പല സ്ഥലങ്ങളും. അണ്ടി കമ്പനി പല സ്ഥലത്തുണ്ട്, ചില സ്ഥലങ്ങളിൽ. ആ തിരക്ക് ആ പ്രദേശത്തിന്റെ ജീവിതത്തിൽ സ്ത്രീകളെ തൊഴിൽ രംഗത്തേക്ക് കൊണ്ടുവരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമായിരുന്നു അത്. അതെ. അപ്പോൾ ആ സ്ത്രീകളാണ് പല കുടുംബങ്ങളെയും പോറ്റിയിട്ടുള്ളത്. ഈ സ്ത്രീകളുടെ രാഷ്ട്രീയ വിദ്യാഭ്യാസം, രാഷ്ട്രീയ പ്രവർത്തനം, അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട് അവിടെ. അത് അങ്ങനെ ഇല്ല എന്നാണ് പറയുന്നത്. കാരണം അവർക്ക് അതിനൊന്നും നേരമൊന്നുമില്ല. അക്കാലത്ത് സ്ത്രീകളെ സംഘടിപ്പിക്കുന്ന പരിപാടിയൊന്നും ആരും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ചെയ്തതായിട്ട് ഓർമ്മിക്കുന്നില്ല. അവിടെ അവിടെ ട്രേഡ് യൂണിയൻ തന്നെ വളരെ കാലം കഴിഞ്ഞിട്ടാണ് വരുന്നത്. INTUC ആദ്യത്തെ യൂണിയൻ അവിടെ ഉണ്ടാവുന്നത് അണ്ടി കമ്പനിയിൽ. അത് അറസ്റ്റ് ചെയ്തു. അക്കാലത്ത് M കമലൊക്കെ അറസ്റ്റ് വരിച്ചിട്ടുണ്ട് സമരം നടത്തിയിട്ട്. M കമലൊക്കെയാണ് അന്ന് കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിലുണ്ടായിരുന്നത്. കമലും പിന്നെ ശങ്കരനാരായണൻ, PV ശങ്കരനാരായണൻ, ഇവരൊക്കെയാണ് ആ കാലത്തെ ട്രേഡ് യൂണിയനിസ്റ്റുകൾ. അവിടെ അത് സമരം നിരോധിച്ചു വരും. മാനേജ്മെൻറ്റ് പോലീസിൻ്റെ സപ്പോർട്ടും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ സമരം ഒടുവിൽ ഒരു സമരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോയി. സമരം ജയിച്ചു.
അങ്ങനെ കൂലി കൂടുതലിന് വേണ്ടിയിട്ടാണ്, വേറെ ഒന്നല്ല. അത് ശരി. വേറെ എല്ലാം കൂടി. അങ്ങനെ ആദ്യത്തെ ട്രേഡ് യൂണിയൻ അതാണ് കോഴിക്കോട്. CITU ഒക്കെ പിന്നീട് വന്നതാണ്. അത് അത് ശരി. ആ നിലയ്ക്ക് അതൊരു ഒരു രാഷ്ട്രീയമായിട്ട് വലിയ പാരമ്പര്യം. പക്ഷേ ഞാൻ ഈ പുസ്തകത്തിൽ എനിക്ക് വളരെയേറെ എന്നെ വല്ലാതെ ആകർഷിച്ച ഒരു കഥാപാത്രം ഈ കല്യാണി എന്ന് പറയുന്ന ഒരു കർഷക തൊഴിലാളി സ്ത്രീയാണ്. അവർ ഈ കറ്റ കൊയ്ത് കൊണ്ട് പോകുന്ന സമയത്ത് ബോധപൂർവം കുറച്ച് കറ്റ താഴോട്ട് ഇടുന്ന ഒരു സന്ദർഭം പറഞ്ഞു. അത് ഈ ആളുകൾ കുട്ടികളൊക്കെ ഇങ്ങനെ കാത്തു കെട്ടി എന്തെങ്കിലും വീണ് കിട്ടിയാൽ അതെന്താ അതിൻ്റെ എങ്ങനെയാ അങ്ങനെ ഒരു സ്വഭാവം അവർക്ക് ഉണ്ടായത്? ആരാണ് ഈ സ്ത്രീ? അവരുടെ എന്താ വെച്ചാൽ അവർക്കറിയാം അവർ പട്ടിണിയിൽ നിന്ന് വളർന്നിട്ടില്ല. ഈ കുട്ടികൾ ഇങ്ങനെ ഇരിക്കും, വരമ്പത്ത് ഇങ്ങനെ ഇരിക്കുക ചെയ്യുക. കാമ്പടി എന്ന് അതിന് പറയും. കറ്റേന്ന് വീഴുന്നെടുക്കാൻ അത് വീണെന്ന് ഇവർക്ക് എടുക്കുക, അതാരും ഒന്നും പറയില്ല. അല്ലേ പശുക്കൾ കൊണ്ടുപോകും. അതിലെ പശുക്കൾ കൊണ്ടുപോകും. അപ്പോൾ അത് പെറുക്കിയെടുക്കും. അത് കൊണ്ടുപോയി കഞ്ഞി വെച്ചിട്ടാണ് പല കുടുംബങ്ങളും കഴിയുന്നത് കൊയ്ത്തു കാലത്ത്. അവർക്ക് ഭൂമിയൊന്നുമില്ലല്ലോ. അപ്പോൾ ആരാൻ്റെ ജന്മി കൊയ്ത് കൊണ്ടുപോകും. അപ്പോൾ ഇവർ മനഃപൂർവ്വം കൊഴുതും, ചിലവർ കിട്ടിക്കോട്ടെ വെച്ചിട്ട്. അതുകൊണ്ട് അത് വരാനുള്ള കാരണം സ്വന്തം അനുഭവങ്ങളാണ്. ആ പട്ടിണിയിൽ നിന്ന് പറഞ്ഞിട്ടുള്ള സ്ത്രീ ആയതുകൊണ്ടാണ് അവരങ്ങനെ നിൽക്കുന്നുണ്ട്. കുട്ടികളുണ്ട്, അവർക്ക് വേറെ മാർഗങ്ങളൊന്നുമില്ല. അപ്പം കാമ്പടി വീഴ്ത്തും, മനഃപൂർവ്വം വീഴ്ത്തി കൊടുക്കും. പക്ഷെ അത് വലിയ പ്രശ്നമല്ലേ? ഇങ്ങനെ പ്രശ്നമാകും. ജോലി നഷ്ടപ്പെടാനും ശിക്ഷ കിട്ടാനും ഇടയുള്ള ഒരു സംഗതിയല്ലേ ഇത്? അതെ, അത് ചിലർ കാണും, ചില മീമാർ ചിലരത് പ്രശ്നമാകുമെന്ന് അറിയാം അവർക്ക്. എങ്കിലും അവരത് വീഴ്ത്തി വീഴ്ത്തുക വെച്ചാൽ മനഃപൂർവ്വം അല്ല എന്നുള്ളതില്ല. അത് അങ്ങനെ അത് വീഴ്ത്തിയിട്ട് ധാരാളം ആളുകൾ അങ്ങനെ പൊറുക്കി കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ സഹാനുഭൂതി, മനുഷ്യരോടുള്ള സ്നേഹം, ഇതൊക്കെ എങ്ങനെ ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്കുടെ ജീവിതം വർണ്ണിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയുന്നൊരു സംഗതിയാണ്. മറ്റൊരു വിഷയം എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പ്രദേശവുമായിട്ട് അതിന് ചരിത്രം, അവിടെയുള്ള ഈ പലതരത്തിലുള്ള പ്രാദേശികമായിട്ടുള്ള ഈ സവിശേഷതകളാണ്. ഇപ്പം ഈ കളരികൾ, പിന്നെ ശരീരത്തിൻ്റെ പിന്നെ ഉഴിച്ചിലിൻ്റെ ഇത്, മറ്റ് ആയുർവേദ ചികിത്സ, അങ്ങനെയുള്ള ഒരുപാട് പാരമ്പര്യങ്ങളെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അത് വളരെ വ്യാപകമായിട്ടുള്ളൊരു പ്രദേശമാണിതെന്ന് തോന്നുന്നു. അത് എന്താ കാര്യം വെച്ചാൽ, കളരീനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കളരി ബ്രിട്ടീഷുകാർ നിരോധിച്ചിരുന്നു. നിരോധിച്ചതിന് ശേഷം കോട്ടക്കൽ കണാരൻ ഗുരുക്കളും CV നാരായണ ഗുരുക്കളാണ്, അയാളെ ശിഷ്യനാണ് CV നാരായണൻ CVN. ഇവരാണ് പിന്നെ കേരളത്തിൽ, പ്രത്യേകിച്ച് മലബാറിൽ കളരികൾ പുനരുദ്ധരിച്ചിട്ടുള്ളത്. ശരി. അപ്പോൾ കോഴിക്കോട്ട് അയാളൊരു CV നാരായണൻ നായരുടെ പ്രധാന ശിഷ്യനെയാണ് ഇവിടെ നടക്കാവിലുള്ള നാരായണ ഗുരുക്കൾ. നടക്കാവ് ഇപ്പോഴും ഉണ്ടായിരുന്നു, അതിനെന്തോ വാർഷികാഘോഷങ്ങളൊക്കെ നടക്കുക. ഇദ്ദേഹം എടക്കാട്ട് വളരെ സജീവമായിരുന്നു. അദ്ദേഹത്തിന് ഒരു കളരി ഉണ്ടായിരുന്നു അവിടെ, എടക്കാട്ട് കനോലി കനാറിൻ്റെ. ശരി. അത് വളരെ കാലം അത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. പിന്നീട് ആ കളരി ഇങ്ങോട്ട് മാറ്റുക ചെയ്തത്. അതാണ് സുധാകരൻ ഗുരുക്കളുടെ കളരി. അതിനു മുമ്പ് അവിടെ കളരി ഇല്ല. കളരി അവിടെ ഉണ്ടാവുക. ഒരു ബാലൻ ഗുരുക്കളുണ്ട്, അയാളെ ഇതിൽ പറയുന്നുണ്ടായിരുന്നു. ഇവരൊക്കെയാണ് അത് നടത്തിക്കൊണ്ട് പോയിരുന്നത്. അതുകൂടാതെ വളരെ മുമ്പ് 50കളിൽ അവിടെ വേറൊരു CVN കളരി സ്കൂളിനടുത്തുണ്ടായിരുന്നു. അത് കുറേ കാലം അങ്ങനെ പ്രവർത്തിച്ചു. പിന്നെ ഒരു ഭാർഗവ കളരി സംഘം ഉണ്ടായിരുന്നു, അതും കുറച്ചു കാലം പ്രവർത്തിച്ചു. പക്ഷേ പിന്നീട് അത് നോക്കാൻ ആളില്ലാതെ അങ്ങനെ നിലച്ചു പോയതാണ്. ഇപ്പോഴുള്ള ആ കളരി എന്ന് പറഞ്ഞാൽ എടക്കാട്ട് ഒരു കളരിയേ ഉള്ളൂ. അത് സുധാകരൻ ഗുരുക്കളെ കളരി. അദ്ദേഹം മരിച്ചില്ലേ? അദ്ദേഹം മരിച്ചു, എങ്കിലും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ നടത്തുന്നത് പൂട്ടിയിട്ടില്ല. ശരി. അതുപോലെ ആയുർവേദ ചികിത്സയുടെ ഒരു പാരമ്പര്യം അവിടെ ആയുർവേദമുണ്ട്. ഒരു ജില്ലാ ആയുർവേദ ആശുപത്രി അവിടെ ഉണ്ടായിരുന്നു. അത് കഷായ ആശുപത്രി എന്ന് പറയുന്നത്. കഷായ ആശുപത്രി എന്നാ പറയുക. കഷായം കിട്ടുന്നതുകൊണ്ടായിരിക്കും. കഷായം കൊടുക്കുന്നതിനെ കൊണ്ടാണ്. കഷായം അവിടെ ഉണ്ടാക്കും, കൊടുക്കും. അത് പ്രത്യേകതയുണ്ട്. അവിടെ വളരെ കാലം നമ്മളെ AC ഷൺമുഖദാസിൻ്റെ ഭാര്യയായിരുന്നു പ്രധാന ഡോക്ടർ, പാറക്കുട്ടിയമ്മ എന്ന് പറയും. അവർ മരിച്ചു, ഈയിടെ ഒരു 2-3 മാസം മുമ്പ് മരിച്ചു. അവരാണ് അവിടുത്തെ പ്രധാന ഡോക്ടർ അക്കാലത്ത്. 70കളിലും 80കളിലും 90കളിലൊക്കെ ആയിരുന്നു. പിന്നീട് അത് ആ ആശുപത്രി കല്ലുത്താൻകടവിലേക്ക് മാറ്റി. കുറേ അവിടുന്ന് അത്ര വേണ്ടത്ര അവിടെ തൃപ്തികരമില്ലാത്ത പിന്നീട് തിരിച്ചിങ്ങോട്ട് വന്നു. ചുങ്കം കടപ്പുറത്തേക്ക് അത് മാറ്റിയിട്ടുണ്ട്. അവിടെ ഉണ്ട്. അത് വളരെ സജീവ, ആൾക്കാർക്ക് വലിയ ഉപകാരപ്രദമാണ്. മറ്റു വളരെ കാലം ഉണ്ടായിരുന്നു അവിടെ ഇങ്ങനെ കഷായാസ്പത്രി. ആ കഷായാസ്പത്രിയിൽ അനവധി ആളുകൾ ദൂരത്തു നിന്നൊക്കെ വരും.
ധാരാളം പേര് ഇവിടെ നിന്ന് കിഴക്കൻ ഗ്രാമങ്ങൾ നടന്നിട്ടാണ് വരിക, നടന്നു പോവുകയും ചെയ്യും. ബസ്സിന് പോകാൻ പൈസ ഉണ്ടാവില്ല, കാരണം ഇവിടെ മരുന്ന് ഫ്രീയാണ്. അതുകൊണ്ടാണ് അവർ ആകർഷിക്കുന്നത്. ശരി. അപ്പോൾ മൊത്തത്തിൽ യഥാർത്ഥത്തിൽ എടക്കാട് എന്ന് പറയുന്നത് പല നിലയ്ക്കും ചരിത്രത്തിൻ്റെ, മലബാറിൻ്റെ പ്രത്യേകിച്ച് കോഴിക്കോടിൻ്റെ ചരിത്രത്തിൽ വളരെ 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 പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുള്ള ഒരു പ്രദേശമാണ്. പക്ഷേ നിങ്ങളൊരു 50, 60, 65 വർഷങ്ങൾ അതിൻ്റെ ആ പ്രദേശം മുഴുവനും കാണുകയും അവിടെ ജീവിക്കുകയും ചെയ്തതാണ്. ഈ അരനൂറ്റാണ്ടിലേറെ കാലം കൊണ്ട് ആ പ്രദേശത്തിനുണ്ടായ മാറ്റം നമ്മൾ എങ്ങനെയാണ് വർണ്ണിക്കുക? ഒരു ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലേക്കുള്ള ഈ പരിവർത്തനം അത് പ്രധാനമായിട്ടുണ്ടല്ലോ, അത് ബെൽറ്റ് ഏരിയ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതുപോലെ ബെൽറ്റ് ഏരിയകൾ മലബാറിൽ പല സ്ഥലത്തും, മലബാറിലല്ല കേരളത്തിൽ തന്നെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ബെൽറ്റ് ഏരിയ എന്നാണ് അത് അറിയപ്പെടുന്നത്. ആ സ്ഥലം അത് തനി കുഗ്രാമമാണ്. വിളക്കൊന്നും ഉണ്ടായിരുന്നില്ല. വിളക്ക് രണ്ട് വിളക്കാണ് ഞാൻ അവിടെ കണ്ടുള്ളത്. ഒന്ന് കനോലി കനാലിൻ്റെ കരയിലാണ്. അത് ഇലക്ട്രിക് ലൈറ്റ് ആണോ അല്ല മറ്റേ പഴയ ലൈറ്റ്? അല്ല, ആള് കയറി കത്തിക്കുന്ന വെളി. ഇതാണ് രാത്രിയിൽ ഇരുട്ടാ, ഈ റാന്തൽ വിളക്ക് മാതിരിയുള്ള സാധനം. അതെ, അങ്ങനെ ഒരു വിളക്കിന്റെ മുകളിൽ വിളക്ക് കാലിന്റെ മുകളിലാണ് ഒരു ത്രികോണാകൃതിയിലുള്ള ചില്ലിലാണ് അതവിടെ വെക്കുക. അപ്പോൾ അത് വളരെ കാലം ഇരുട്ടിലായിരുന്നു. അപ്പോൾ ആൾക്ക് ജോലിയില്ല, ആളുകൾ ഇങ്ങനെ നടക്കുന്നല്ലാതെ രാത്രിയാവുന്ന 7 മണി കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്കിങ്ങനെ ഇറങ്ങില്ല. പിന്നെ ആ കാലത്ത് സജീവ മന്ത്രവാദികളാണ് പ്രധാനമായിട്ട് വരും. അസുഖം മാറ്റാൻ മന്ത്രവാദികളെ വിളിക്കുക. വേറെ ഡോക്ടർമാരൊന്നുമില്ല. കടപ്പുറ ആശുപത്രി മാത്രമേ ഉള്ളൂ. കടപ്പുറ ആശുപത്രി ഉണ്ട്, ആരെങ്കിലും പോയെങ്കിലായി അങ്ങോട്ട്. അധികം മന്ത്രവാദികളാണ് ചികിത്സിക്കുക. മന്ത്രവാദികൾ കൊണ്ട് രോഗകാരം മാറിയിട്ട് കേട്ടിട്ടില്ല. പക്ഷേ മന്ത്രവാദികൾ സജീവ, ആളുകൾക്ക് അന്ധവിശ്വാസം ഉണ്ടായിരുന്നു. പിന്നീട് അത് മാറി ധാരാളം വന്നു. 1962 ഇത് ഉണ്ടല്ലെന്ന് എനിക്ക് തോന്നുന്നു. കോഴിക്കോട് നഗരസഭയിലേക്ക് അത് വരുന്നത്. അതുവരെ അത് സെപ്പറേറ്റ് ആയിട്ട് വേറൊരു ഗ്രാമം എന്നുള്ള നിലയ്ക്കാണ് അത് ഉണ്ടായിരുന്നത്. നഗരസഭയിൽ വന്നിട്ടും വികസനമൊന്നും അങ്ങനെ ഉണ്ടായില്ല. കുറേ കാലം കഴിഞ്ഞ വൈദ്യുതി 66 വൈദ്യുതി എത്തുന്നത്. വൈദ്യുതി ആ ഭാഗത്ത് ബസ്സുകൾ ഓടുന്നു 66. അപ്പം 60s 60കൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ഇതിൻ്റെ വളർച്ചയിൽ, ഈ ഗ്രാമത്തിൻ്റെ വളർച്ചയിൽ. 60കൾക്ക് ശേഷമാണ് കുറച്ച് ഇതായിട്ടുള്ളത്. പിന്നെ 70, 80 ആകുമ്പോഴേക്കും കുടിയേറ്റങ്ങൾ വരാൻ തുടങ്ങി. അവിടെ ഇടക്കാടുകാർ പലരും ഗൾഫ് വന്നല്ലോ. അപ്പോൾ ആളുകൾ കുറച്ച് പൈസയൊക്കെ ഉണ്ടായ സമയത്ത് ആളുകൾ ഭൂമി വാങ്ങിയിടും. ഇവർ ഭൂമി കൂടുതൽ വിലയ്ക്ക് വിറ്റിട്ട് ഇവർ ഉള്ളോട്ട് പോകും. ഇടക്കാടുകാർ ഇപ്പോൾ അതൊക്കെ അപ്രത്യക്ഷരായി. പുറത്തുള്ളവർ കൂടുതൽ വരാൻ തുടങ്ങി. കുടിയേറ്റ പ്രദേശമായി മാറി. ധാരാളം ഇപ്പോൾ പഴയ ഇടക്കാടുകാർ വളരെ കുറവാണ്. ശരി. കാരണം എന്താ വെച്ചാൽ അവർ ഭൂമി വിറ്റിട്ട് അവർ ഉള്ളോട്ട് പോയി ഭൂമി എടുക്കും. ഇവിടെയാകുമ്പോൾ അവർ വില കൊടുത്തിട്ട് വാങ്ങാൻ തയ്യാറുള്ള ആളുകളുണ്ട് ധാരാളം. അപ്പോൾ വില കൂടുതൽ ഉണ്ടാവും. പക്ഷേ ഇടക്കാട്ടുകാർ തീർത്തുമില്ലാതായി ഒന്നും പറയാൻ പറ്റില്ല, അങ്ങനെയുണ്ട്. പക്ഷേ പഴയമായിട്ടുള്ളത് ഇല്ല, ആളുകൾ പലരും വിറ്റിട്ട് അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കോഴിക്കോട് നഗരത്തിൻ്റെ ചരിത്രത്തിൽ ഒരു ഗ്രാമം ഇങ്ങനെ ഒരു നഗരമായിട്ട് മാറുന്ന ഒരു പ്രക്രിയ കഴിഞ്ഞ അരനൂറ്റാണ്ട് കൊണ്ട് ഇടക്കാട് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു അതൊരു വലിയ നഗരപ്രദേശം തന്നെ. ഒരുപാട് വ്യവസായങ്ങൾ വന്നു, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വന്നു, ആളുകൾ ധാരാളം വന്നു, ആശുപത്രി വന്നു, ആശുപത്രികൾ പലതും വന്നു. അപ്പോൾ ആ തരത്തിൽ ഇപ്പോൾ കോഴിക്കോട്ടെ ഏറ്റവും വലിയ എന്താ പറയുക സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ഇടക്കാടിൻ്റെ ഹൃദയത്തിലാണല്ലോ. അല്ല, അത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആശുപത്രിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇടക്കാടിൻ്റെ നല്ല കാലം വന്നു എന്നാണോ, അല്ലെങ്കിൽ ഇടക്കാടിൻ്റെ പഴയ കാലം നഷ്ടപ്പെട്ടു എന്നാണോ, എങ്ങനെയാണ് നമ്മളിതിൽ കാണേണ്ടത്? അതെന്താ വെച്ചാൽ ഇപ്പോൾ ചികിത്സേൻ്റെ കാര്യം തന്നെ നോക്കിയാൽ അറിയാം. ചെറുകിട ആശുപത്രികളുടെ ഇപ്പോൾ സുബ്രാവിൻ്റെ ഒരു ആശുപത്രി ഉണ്ട് അത്തണിക്കൽ, അയ്യത്താൻ ക്ലിനിക്ക്, അതൊന്നുമില്ല. അതുപോലെ പ്രേമലതയുടെ ആശുപത്രി എന്നാണ് പറയുക. അവിടെ കുളങ്ങര, അതായത് എസ്റ്റേലിനും ചുങ്കത്തിനും നടുക്കിലൊരു ആശുപത്രി ഉണ്ട്, ഒരു കരുണാകര ക്ലിനിക്ക് എന്നാണ്. കരുണാകര ക്ലിനിക്കെന്നോ നഴ്സിംഗ് ഹോമോ എന്തോണം അതിൻ്റെ പേര്, അതൊക്കെ ഇല്ല. ചെറുകിട ആശുപത്രികൾ മുഴുവനുണ്ടല്ലോ ഇതിൻ്റെ ഈ കടന്നുകയറ്റത്തിൽ ഇല്ലാതായിട്ടുണ്ട്. കാരണം വൻകിട ആശുപത്രികൾ ഉള്ള നിബന്ധനകൾ അതിനും ഇതാക്കുന്നത്. ഈ നിബന്ധനകൾ ഇവർക്ക് പാലിക്കാൻ പറ്റില്ല, ഇവരെ പിഴിയണം രോഗികളെ. അങ്ങനെ നിരവധി ആശുപത്രികൾ ഇല്ലാതായിട്ടുണ്ട്. പക്ഷേ ഡോക്ടർമാർ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്നല്ലാതെ അത് ഇപ്പോഴാണെങ്കിലും മേത്ര ആശുപത്രിയൊക്കെ വിദേശികളെടുത്തു നിന്നാണ് കേൾക്കുന്നത്. അമേരിക്കൻ കമ്പനി എടുത്തു നിന്നാണ് കേൾക്കുന്നത്. ഓഹരികളിൽ മിക്കവാറും അവരെ കയ്യിലായി. അമേരിക്കൻ ഹോസ്പിറ്റലായി. അതിപ്പോൾ മിംസൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. അമേരിക്കൻ കമ്പനികൾ ഓഹരികൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്.
എന്തായാലും അടക്കാട് കഴിഞ്ഞ ഒരു അരനൂറ്റാണ്ട് കൊണ്ട് വലിയ പ്രൗഢിയും ശക്തിയും പ്രതാപവും ഒക്കെ നേടിയെടുത്തിട്ടുണ്ട്. എടക്കാടുകാരൻ എന്ന നിലയിലേക്ക് താങ്കൾക്ക്, അതിൻ്റെ ചരിത്രകാരൻ എന്ന നിലയ്ക്ക് താങ്കൾക്ക് അഭിമാനിക്കാനുള്ള ഒരുപാട് നേട്ടങ്ങളുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ചരിത്രം എന്നുള്ള നിലയ്ക്കല്ല, യഥാർത്ഥത്തിൽ അതൊരു ഓർമ്മക്കുറിപ്പുകളായിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ ആദ്യത്തെ പുസ്തകം ആത്മസ്മരണകളിൽ ഇറങ്ങുന്ന സമയത്ത് രണ്ടാമതോ മൂന്നാമതോ പുസ്തകം എഴുതണമെന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷെ ആളുകൾ അതിനോട് നന്നായിട്ട് റിയാക്ട് ചെയ്തു തോന്നുന്നു. അതിനോടൊക്കെ ഈ ലേഖനങ്ങൾ ആ സമയത്ത് ഫേസ്ബുക്കിലും അതുപോലെയുള്ള മറ്റു സ്ഥലങ്ങളിലും ഒക്കെ വന്ന സമയത്ത് വലിയ തോതിലൊരു ജനകീയ സംരംഭം എന്ന നിലയിൽ എഴുത്ത് മാറി എന്നാണ് എനിക്ക് തോന്നിയത്. അത് കോവിഡ് കാലത്താണ് എഴുതിയത്. കോവിഡിൻ്റെ കാലത്ത് ജോലിയൊന്നും ഇല്ലാതെ വെറുതെ ഇരിക്കുക, പുറത്തിറങ്ങാനൊന്നും പറ്റില്ല. അങ്ങനെ ആ കാലത്ത് എഴുതി സോഷ്യൽ മീഡിയയിൽ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഫേസ്ബുക്കിലും വാട്സാപ്പ് ഗ്രൂപ്പുകളിലും നമ്മളെ എടക്കാടും എല്ലാത്തിലായിട്ടുള്ള പല സ്ഥലങ്ങളിലും. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ്, ആളുകളുടെ പ്രതികരണം, അടുത്ത ലക്കത്തിൽ അവരെ പ്രതികരണങ്ങളും കൊടുക്കും. അപ്പോൾ ആളുകൾ കൂടെ ഒരു ഇൻവോൾവ്മെൻ്റ് അതിൽ ഉണ്ടാക്കിക്കൊണ്ടാണ്. അപ്പോൾ ഇത് എഴുത്തൊരു ജനകീയ മുന്നേറ്റമായിട്ട് മാറിയിട്ടുണ്ട്. ഏതായാലും വളരെ നന്ദി. ഇനിയും എഴുതാൻ സാധിക്കട്ടെ. നമസ്കാരം. അതെ.